ഭൂവിസ്തൃതിയുടെ 2/3 ജലം നിറഞ്ഞതാണെന്ന് നമുക്കറിയാം. എന്നാൽ ഭൂമി മാത്രമല്ല ജലസാന്നിധ്യമുള്ള ഗ്രഹം. പക്ഷേ തീ അല്ലെങ്കിൽ അഗ്നി കാണപ്പെടുന്ന ഒരേ ഒരു ഗ്രഹം പ്രപഞ്ചത്തിൽ ഭൂമി മാത്രമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഭൂമിയിൽ മാത്രമല്ലല്ലോ അഗ്നിപർവ്വതങ്ങളും അതുപോലെ ഇടിമിന്നലും ഉള്ളത്. ഇനി അതും പോരാഞ്ഞ് സൂര്യൻ പോലെയുള്ള മറ്റ് നക്ഷത്രങ്ങളുണ്ടല്ലോ, ഇവയിലൊക്കെയും തീയില്ലേ എന്ന്. ശരിയല്ലേ? പക്ഷെ ഈ പറഞ്ഞവയൊന്നും യഥാർത്ഥത്തിൽ തീയല്ല. സൂര്യനും നക്ഷത്രങ്ങളും ഹൈഡ്രജനും അതുപോലെ മറ്റു ചില പദാർത്ഥങ്ങളും പ്ലാസ്മ രൂപത്തിൽ കാണപ്പെടുന്ന ഒരു വാതക ഗോളമാണ്. അതിന്റെ ഉള്ളിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രവർത്തനമാണ്. അഗ്നിപർവ്വതം പൊട്ടിയൊഴുകി വരുന്ന ലാവയും തീയല്ല. ഭൂമിയുടെ ഉള്ളിലെ അതിഭീകരമായ മർദ്ദം കാരണം പാറ ഉരുകുന്നതാണ് മാഗ്മ അല്ലെങ്കിൽ ലാവ. അതേപോലെ ഇടിമിന്നൽ എന്നത് വൈദ്യുത പ്രവാഹമാണ്, അതും തീയല്ല. അപ്പൊ പിന്നെ ശരിക്കും തീ എന്ന് പറയുന്നത് എന്താണ്? എന്തുകൊണ്ട് ഇത് ഭൂമിയുടെ മാത്രം സവിശേഷതയാകുന്നു? സത്യത്തിൽ തീ ഉണ്ടായത് ദശലക്ഷക്കണക്കിന് വർഷത്തെ ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ടാണ്. എന്ന് വെച്ചാൽ തീ ഉണ്ടാവണമെങ്കിൽ അവിടെ ജീവന്റെ തുടിപ്പുണ്ടാവണം എന്നർത്ഥം. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ജീവനില്ലാത്ത സ്ഥലത്ത് അഗ്നിക്കും നിലനിൽപ്പില്ല. തീ അല്ലെങ്കിൽ അഗ്നി എന്നത് ജ്വലനം അഥവാ കമ്പസ്റ്റ്യൻ എന്ന തീർത്തും ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാവുന്നതാണ്. ഇതിന് 2 ഘടകങ്ങൾ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്: ഇന്ധനവും ഡൈഓക്സിജനും. ഇവ ഒരു പരിധിയിലധികം ചൂടായാൽ ജ്വലനം നടക്കുകയും നീരാവിയും കാർബൺ ഡയോക്സൈഡും മറ്റു ചില വാതകങ്ങളും പുറന്തള്ളപ്പെടുകയും ചെയ്യും. ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാവുന്ന വാതകങ്ങൾ പുറപ്പെടുവിക്കുന്ന വെളിച്ചമാണ് നാളമായി നമ്മൾ കാണുന്നത്. ഇതിനെയാണ് തീ അല്ലെങ്കിൽ അഗ്നി എന്ന് നമ്മൾ പറയുക.